പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവശക്തനായ ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം സങ്കീർത്തനങ്ങൾ 43:4. അപ്പോൾ ഞാൻ ദൈവത്തിന്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ. ദൈവമേ, എൻ്റെ ദൈവമേ, കിന്നരം കൊണ്ട് അങ്ങേ ഞാൻ സ്തുതിക്കും. അവിടുന്ന് അവനെ എന്നേക്കുമായി അനുഗ്രഹപൂർണനാക്കി. പ്രിയപ്പെട്ടവരെ, അതായത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ, ഒരു വ്യക്തിയെ നയിക്കാൻ തുടങ്ങുമ്പോൾ, പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിൽ നമ്മൾ വിധേയരാകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു ഫലദായകത്വം എന്ന് പറയുന്നത്, ഫലം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവിന്റെ ഫലം എന്ന് പറയുന്നത് ആനന്ദമാണ്. ഇന്നലെ നമ്മൾ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞു. ആനന്ദമാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ഫലമാണത്, ആനന്ദം, സന്തോഷം. അതുകൊണ്ടാണ് ഇത് എവിടെ നിന്നാ ഈ പരിശുദ്ധാത്മാവിന്റെ ഈ ഫലം നമുക്ക് ലഭിക്കുന്നത്? സങ്കീർത്തകൻ പറയാൻ, ദൈവത്തിന്റെ ബലിപീഠത്തിങ്കിലേക്ക് ചെല്ലും, എൻ്റെ പരമാനന്ദമായ ദൈവത്തിങ്കിലേക്ക് തന്നെ. അതായത് ദൈവത്തെയാണ് നമ്മുടെ ആനന്ദത്തിന്റെ, നമ്മുടെ സന്തോഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായിട്ട് കാണാൻ. ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അനുഭവിക്കാനായിട്ട് ആ വ്യക്തി പരിശ്രമിക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവിടുന്ന് അവനെ എന്നേക്കുമായി അനുഗ്രഹപൂർണനാക്കി. അതായത് ദൈവം തരുന്ന ആനന്ദം, ദൈവം തരുന്ന സന്തോഷം അനുഭവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം എന്നേക്കുമായിട്ട് അനുഗ്രഹിക്കുകയാണ്. വീണ്ടും വചനം പറയുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിന്റെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിച്ചു. സങ്കീർത്തനം 21:6. അവിടുത്തെ സാന്നിധ്യത്തിന്റെ, അതായത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുന്നതും, ആ സാന്നിധ്യം അനുഭവിക്കുമ്പോൾ ആത്മാവ് അനുഭവപ്പെടുകയും ആത്മാവിൽ അനുഭവിക്കുന്ന ആനന്ദവും സന്തോഷവും ഒക്കെയാണ് ഇവിടെ സങ്കീർത്തകൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഞാൻ കർത്താവിൽ അത്യധികം ആനന്ദിക്കും, എൻ്റെ ആത്മാവ് എൻ്റെ ദൈവത്തിൽ ആനന്ദം കൊള്ളും. വരൻ പുഷ്പമാല്യമണിയുന്നത് പോലെയും വധു ആഭരണഭൂഷിയാകുന്നത് പോലെയും അവിടുന്ന് എന്നെ രക്ഷയുടെ ഉടയാടകൾ ധരിപ്പിക്കുകയും നീതിയുടെ മേലങ്കി അണിയിക്കുകയും ചെയ്തു. അതേ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആ സാന്നിധ്യം അനുഭവിച്ച് ദൈവത്തിന്റെ ബലിപീഠത്തോട് ഒട്ടിച്ചേർന്ന് ജീവിതം നയിക്കുന്ന എല്ലാവരുടെയും ജീവിതം ഇപ്രകാരം അനുഗ്രഹീതമാണ്. എപ്രകാരമാണ്? വരൻ പുഷ്പമാല അണിയുന്നത് പോലെയും വധു ആഭരണ ഭൂഷിതയാകുന്നത് പോലെയും അവിടുന്ന് അനുഗ്രഹങ്ങളുടെ, ആത്മാവിന്റെ കൃപാവരങ്ങളുടെ ഉടയാടകൾ ധരിപ്പിച്ച് അനുഗ്രഹിക്കുമെന്നാണ് തിരുവചനം പറയുന്നത്. വീണ്ടും വചനം പറയുന്നു, അങ്ങ് എനിക്ക് ജീവന്റെ മാർഗം കാണിച്ചു തരുന്നു, അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിന്റെ പൂർണ്ണതയുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് നൽകുന്ന ആനന്ദത്തിന്റെ പൂർണ്ണത ദൈവത്തിന്റെ സന്നിധിയിലാണെന്ന് ഉറപ്പിക്കുകയാണ്. ആ ദൈവസന്നിധിയിലേക്ക് നമ്മളെ ആകർഷിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ ആനന്ദം കൊണ്ട്, സന്തോഷം കൊണ്ട് നിറയ്ക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ.